നല്ലവനായ സ്വർഗപിതാവ്, ഈ പകൽവേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവ്, നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നല്ലത് മാത്രം സംസാരിക്കുക, മറ്റുള്ളവർക്ക് നല്ലതിലേക്ക് പ്രവർത്തിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന കർത്താവ്, അനുഗ്രഹ ദിവസമായ ദിവസത്തിന് വേണ്ടി നന്ദി പറഞ്ഞ കർത്താവ്, ഒരിക്കൽ കൂടി വചനം പറയുവാനുള്ള ഒരു അവസരം തമ്പുരാൻ ഞങ്ങൾക്ക് നീട്ടിയതായി ആ അനുഗ്രഹത്തെ നിമിഷങ്ങൾക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ കൊണ്ട് നിറയ്ക്കണം, നല്ലത് മാത്രം സംസാരിച്ച് അനേകരിൽ എത്തുവാൻ കൃപ കൊടുക്കണം. യേശുനാമം തന്നെയാണ്. 2 കൊരിന്ത്യർ 12:7 മുതൽ. ആ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതി മറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പിശാചിൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചേ പറ്റൂ. നമ്മളിന്ന് നിൽക്കുന്ന അനേകരുടെ പ്രാർത്ഥന കൊണ്ടാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് തന്നെ പറയുന്നത്, അതായത് ഒരു മരം അഴുകുന്നില്ലെങ്കിൽ മറ്റൊന്നിന് വളമാകുന്നില്ല. ഏത് വിത്തും ചീഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറഞ്ഞാൽ കൂട്ട് നമുക്ക് കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ട്. നമ്മൾ കൂടി അനേകം രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരു മെസ്സേജ് തന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയും തരാറുണ്ട്. ഞാനിന്ന് മരിച്ചവർക്ക് വേണ്ടി പണ്ടൊന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നീട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ട് പറഞ്ഞു, മരിച്ചവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിനും പറുദീസായാലും കാനയിക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. അതാ കർത്താവ് പറഞ്ഞ് ധരിക്കണം. വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിന് എനിക്ക് മുള്ളു തന്നു. എന്തിനാണ് ഞാൻ ആഹ്ലാദിക്കാൻ? കുതിരയ്ക്ക് കടിഞ്ഞാണ്ടിന്ന് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കടിഞ്ഞാണ്ടിന് കുതിര എങ്ങനെയാണ്? കുതിരയെ വെല്ലാൻ ആരുമില്ല എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യന് കടിഞ്ഞാണിട്ടേക്കുന്നത് എന്തിനാണെന്നറിയോ? ആഹ്ലാദിക്കാൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുരു കാണും, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും പ്രശ്നമില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഈ ലോകത്ത്? നമുക്ക് പ്രശ്നമുണ്ടെന്നേ. ഈ പ്രശ്നം നിൽക്കുമ്പോൾ എന്തുണ്ട്? തമ്പുരാനെ മതിമറന്ന് ഓടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ കഷ്ടതയിൽ കൂടി മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ. കഷ്ടത്തിൻ്റെ അപ്പം തിന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിച്ചെന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴിയെന്ന്. ആ വഴിയിലോട്ട് നമ്മൾ പോകണമെന്നേ. ഇടുങ്ങിയ വഴിയിൽ കൂടി തമ്പുരാൻ നടത്താൻ ഏറ്റവും നല്ല, പക്ഷേ ഇടുങ്ങിയ വഴി ആരും എടുക്കുന്നില്ല. വിശാലമായ വഴിയിൽ കൂടിയാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കി, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ എല്ലാം വിശാലം. ഇന്ന് സുഖിക്കുക. ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു, അച്ഛാ ബ്രദറെ, നമ്മൾ ജീവിച്ചു മരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴല്ലയോ കാര്യങ്ങൾ നടക്കുക. പക്ഷേ ജീവിക്കുമ്പോൾ നല്ലോണം ഈ ലോകത്ത് ജീവിക്കണം. വെള്ളമടിച്ചും എന്തെല്ലാം തോന്നിവാസം ചെയ്യാം അതെല്ലാം ചെയ്യണം. അതനുസരിച്ച് ഒരു മനുഷ്യനാവുമെന്ന് പറഞ്ഞു. നീ അവിടെ ചെല്ലുമ്പോഴോ നിന്നെ കണ്ട് എത്ര പേർക്ക് പഠിക്കാൻ പറ്റും? ഈ ലോകത്ത് എത്ര ആൾക്കാർ നമ്മളെ കണ്ട് പഠിക്കുന്നുണ്ടെന്നറിയോ? നല്ലത് മാത്രം ചെയ്ത് പഠിക്കുക. ദൈവത്തെ കണ്ടു, ദൈവം നന്മ ചെയ്തുകൊണ്ട് മാത്രമായതുകൊണ്ട് ദൈവം തമ്മിലേക്ക് ജനം കൂടിയത്. അല്ലെങ്കിൽ കൂടുവോ? കഷ്ടപ്പാടും പ്രയാസവും എല്ലാം. ഒരു മാതാവ് മകനെ ഓർത്ത് കരയണമെങ്കിൽ ആ 3 വർഷക്കാലത്തെ ആ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ആണെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് പോകും. എല്ലാം സഹിച്ചു. നമുക്കിന്ന് സഹിക്കാൻ സഹനശക്തി ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൻ്റെ മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ്. പിശാചിൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലുവാൻ വേണ്ടി 3 കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. അതാണ് പിശാച് അവനെ വിട്ടകലുവാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തത്, നിനക്ക് എൻ്റെ കൃപ മതി. 3 വട്ടം തമ്പുരാനോട് അപേക്ഷിച്ചു. തമ്പുരാനെയും ഉള്ളൊന്ന് മാറ്റി തന്നെ നിന്റെ കൃപ. എന്നാൽ തമ്പുരാൻ്റെ കൂടെ കൃപ വേണമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കണം. ഈ സഹനങ്ങളൊക്കെ ഉണ്ടാവും. കർത്താവ് ചിലപ്പോൾ അടി, കുത്തെ, വെട്ട്. സൗല് പൗലോസായത് പിന്നെ എന്തെല്ലാം സഹനം ഉണ്ടായി. പാമ്പ് വരെ കടി ഏറ്റു. സാധാരണ ഒരു കൊള്ളക്കാരനെ പാമ്പ് കടിക്കുന്നത്, കുറ്റം ചെയ്തവനെ പാമ്പ് കടിക്കുന്നത്. അണിൽ പോലും കടിച്ച് എടുത്തെളിഞ്ഞിട്ട് പോലും പൗലോസ് ഒന്നും വന്നില്ല. എന്നാലും ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അനേക പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ മാത്രം ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സഹനം ഉണ്ടാവും. ഈ സഹനം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊക്കെ നിൽക്കുന്നത് എന്താണെന്ന് പറയാം, അനേകരുടെ പ്രാർത്ഥന കൊണ്ട്.
ആരെങ്കിലുമൊക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ. അത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളിപ്പോൾ ആക്കുന്നു ജീവിക്കുന്നു. നമ്മൾ ചിലവർ പറയും ഞാൻ കഷ്ടപ്പെടുന്നു, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ ജീവിച്ചു. കർത്താവ് ചോദിക്കും, മൂടാ നിന്റെ ശ്വാസം എടുത്താൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ടോ? നമ്മൾ ഓടുന്ന ഓട്ടത്തിലെ ഒരു ശ്വാസം, എനിക്കറിയാം ഒരു ശ്വാസം കിട്ടാൻ ഞാൻ ഇവിടുന്ന് പട്ടാഴിമുക്ക് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട്. ശ്വാസം എടുക്കാൻ വയ്യ. അന്നേരം അവൻ്റെ ജീവൻ തന്ന തമ്പുരാൻ ശ്വാസം അവന് മനുഷ്യനെ ഉണ്ടാക്കി നാസാദ്യന്ത്രത്തിൽ കൂടി അവൻ ഊതി, അവൻ്റെ ജീവനുള്ള ശ്വാസത്തെ നേരിട്ട് ഊതിയതാണ് മനുഷ്യന്. ആ ജീവൻ നമുക്ക് ഒരു സെക്കൻഡിനേക്ക് തുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ഇന്ന് കമ്പ്യൂട്ടറിൽ ലോകങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് ശാസ്ത്രലോകങ്ങളൊക്കെ ഉണ്ട്, അരമണിക്കൂർ 1 മണിക്കൂർ ജീവൻ പിടിച്ചു നിർത്താൻ. പക്ഷെ ജീവൻ ദൈവം തമ്പുരാൻ ജീവൻ എടുത്തു കഴിഞ്ഞാലൊന്നും അഭ്യാസമൊന്നും നടക്കത്തില്ല. നമ്മൾ ഈ ഓടുന്ന ഓട്ടമൊന്നും എങ്ങോട്ടൊന്നും പോകുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ അവിടുന്ന് എന്നെ അരുളി ചെയ്തെന്നു, നിനക്ക് എൻ്റെ കൃപ മതി. എന്നാൽ ബലഹീനതയിൽ എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതിനെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവാസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. അതിനാവും അതാ പറഞ്ഞ്, ബലഹീനതയെ എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നതിന് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവാസിക്കേണ്ടതിന്. നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ സഹനം സഹിച്ച ഈ ശിഷ്യന്മാരൊക്കെ എന്തെല്ലാം പ്രശ്നമാക്കി, അവരുടെ മരണമൊക്കെ ആക്കിയതും ശൂലം കൊണ്ട് നെടുക കണ്ടിച്ചതുമൊക്കെ എന്തോരം എന്തോരം പ്രശ്നത്തിൽ കൂടിയാണെന്നറിയാം ശിഷ്യന്മാരൊക്കെ പോയത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ചെറുതായിട്ടൊരു മുള്ളു വേദന, എന്തോ ഒരു വേദന, എവിടെല്ലാം പോകാൻ പറ്റുമോ അതെല്ലാം പോയി കഴിഞ്ഞിട്ട് അവസാനം ഒരു നിവൃത്തിയില്ലാതെ വരും അങ്ങ് കുഴി കൊണ്ടെത്തിക്കുമ്പോഴാണ് തമ്പുരാനെ എന്നാ നീ ഒന്ന് ചെയ്തേക്കാവുന്നു. നിന്റെ ദൈവത്തിലെ യൗവനത്തിലാണ് നമ്മൾ അറിയേണ്ടത്. യൗവനത്തിൽ അറിയുമ്പോഴാണ് ദൈവം തമ്പുരാൻ നിന്നെയൊക്കെ ആക്കുന്നത്. നമുക്ക് സഹനമുണ്ട്, പ്രശ്നമുണ്ട്, ദുഃഖമുണ്ട്. ഇതെല്ലാം വരുമ്പോഴും തമ്പുരാൻ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ്. എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും നന്ദിയുള്ളവരായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നു. 100 ഒരാളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇന്ന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടുപിടിക്കുക. അത് ആരായാലും, പുരോഗതന്മാരായാലും ഇനി താഴേക്കടയായാലും നല്ല കാള നടന്ന പ്രസംഗം. അതിന് മുടക്കം കാളയുടെ കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തത് നിനക്ക് എൻ്റെ കൃപ മതി. നമുക്ക് തമ്പുരാനെ കൃപ വേണം. എന്താ ജോലി ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടർ കൂട്ടണമുണ്ട്, എല്ലാം കമ്പ്യൂട്ടറുകൾക്ക് തമ്പുരാൻ്റെ എല്ലാ കാണുന്ന തോന്നിവാസം എന്നിച്ച് എല്ലാ കാര്യം ചെയ്യാൻ പിടിച്ചു പറിക്കും, ചീത്തവിളി, അടിപിടി, എല്ലാം വിചാരം എല്ലാം ചെയ്തിട്ടും അവസാനം എന്ത് ചെയ്യുന്നറിയോ? കൃപ വേണം. എന്താ ചുമ്മാ ദിവസമായിട്ട് അങ്ങനെ ഒരു ധനവാൻ വന്നിട്ട് കർത്താവേ 10 കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, അവന് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നാലും തമ്പുരാൻ പറഞ്ഞു എനിക്ക് ഒരു കുറവുണ്ട്. എങ്കിൽ നമ്മൾ എത്ര പേര് സ്വർഗരാജ്യത്തിൽ പോകും? എല്ലാവരും പറയുന്നുണ്ട് സ്വർഗരാജ്യം കിട്ടുമെന്ന്. പക്ഷേ നമ്മുടെ പ്രവൃത്തി മൂലമേ നമുക്ക് കിട്ടൂ. നമ്മളെ പ്രവർത്തനം, അത് വിശ്വാസം വേണം, പ്രവർത്തനവും വേണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന വൃത്യമാണ്. എന്തു ചെയ്താണ്? വിശ്വാസമില്ലാത്ത പ്രാർത്ഥന എന്തുവാ? ചത്തതാ. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസത്തെയും പ്രാർത്ഥനയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നമ്മൾ നടത്തണം. ഒന്നിച്ച് ഒരു ഫലത്തെ കണ്ട് വിഷം നല്ലതാണോ പന്നലാണോ ഒരു വിഷത്തെ കണ്ടറിയാം. ആ ഫലം കണ്ടറിയുന്നത്. വിഷം നല്ലതാ, വലിയ വണ്ണമുണ്ട്, കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിഷം നല്ലതാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫലം തിരിച്ചറിയണം. ഫലത്തെ കണ്ടാൽ തിരിച്ചറിയേണ്ടത്. അതിന് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവം ആരാണെന്ന് രുചിച്ച് നോക്കണം. രുചിച്ച് നോക്കിയെങ്കിൽ മാത്രമേ, അല്ല കണ്ണാടിയാലന്മാരിയിൽ ഉഴുന്നുവട ഇരുന്നാൽ അതിൻ്റെ രുചി പറ്റത്തില്ല. അത് രുചിച്ചറിയുമ്പോഴാണ് ആ ഉഴുന്നുവടനെ കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതമാകുന്ന സ്നേഹം, അല്ലെ ദൈവമായിട്ടുള്ള ബന്ധം, അത് രുചിച്ചറിയാനുള്ളതാണ്. കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും തമ്പുരാനോട് മാറോട് ചേർത്ത് പിടിക്കുവാൻ പത്രോസും പൗലോസിനെയൊക്കെ തമ്പുരാൻ ചേർത്ത് പിടിച്ചു. അതുപോലെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഞാനും ദൈവമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം. പൈസ ഇല്ലാതെ വരും, മക്കൾക്ക് പ്രശ്നം വരും, സഹോദരങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇതെല്ലാം വരുമ്പോൾ ആ പ്രശ്നം വരുമ്പോൾ തള്ളിക്കളഞ്ഞിട്ട് കിട്ടുന്നവൻ്റെ അല്പസുഖത്തിന് വേണ്ടി നമ്മൾ ഓടിപ്പോവാതെ അവസാനം വരെ മരണം വരെ തമ്പുരാനോട് ചേർത്ത് നിൽക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കൃപ വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. നല്ലവനായ സ്വർഗപിതാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നീട്ടിയ നിമിഷത്തിനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ, ഈ പകൽ വേലയ്ക്കായി, ഈ വചനം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടപ്പാ.
ആ തെറ്റുകുറ്റങ്ങളെല്ലാം മായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. ബന്ധനങ്ങൾ അഴിക്കണമേ, അസ്വസ്ഥകളെ കെട്ടണമേ, അന്ധകാരസുക്കളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവേ. എല്ലാ പൈശാചിക തിന്മകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകണമെന്ന് കർത്താവേ. ദൈവമേ, എന്ന് ഞങ്ങൾ ഓരോരുത്തരായിരിക്കുന്നു അനേകര കർത്താവേ, ഇന്ന് യുദ്ധങ്ങൾ കാകളം മുതൽ നീക്കുവാണ് കർത്താവെ ഉണ്ടാവാൻ. ആ യുദ്ധക്കളങ്ങളിലേക്കും ദൈവമേ തണുപ്പിച്ച് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് വീടുകളിൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ കിടക്കുമ്പോൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ദൈവമേ യുവാപ്രായത്തെ യുവാക്കൾ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, സാമ്പത്തിക മേഖലയിൽ കടം കയറി കിടക്കുന്നവർ, ആത്മഹത്യാ പ്രവണതയുള്ളവർ, മദ്യപാനികൾ, കഞ്ചാവ് വ്യഭിചാരികൾ, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ വഴി കൂടി മാത്രം നടക്കുവാൻ, നിന്നെ പിൻപറ്റി നടക്കുവാൻ കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. എല്ലാ അന്ധകാരസുക്കളെയും പിടിവിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. യേശു നാമത്തിൽ തന്നെ ആമേൻ.